കോഴിക്കോട്ടേക്കൊന്ന് പോവുകയാണ്. 1 കോടി രൂപയുടെ സമ്മാനം വിറ്റ ബാബ ഏജൻസി. അവിടെ AK അഭിലാഷ് അവിടെ നിന്ന് ചേരുകയാണ്. അഭിലാഷ്, അപ്പോൾ പറയുക, ആർക്കാണ് വിറ്റത്, എങ്ങോട്ടാണ് വിറ്റത്, എന്താണ് അവർ പറയുന്നത്, അവരുടെ ഒരു സന്തോഷം എത്രത്തോളമാണ്, എല്ലാം പറയും. ഷിയാസെ, തീർച്ചയായിട്ടും സന്തോഷത്തിൽ തന്നെയാണ്. കാരണം 2023 തിരുവോണം ബമ്പർ അടിച്ചിരിക്കുന്ന അതേ ഏജൻസിയാണ് ബാബ ലോട്ടറി ഏജൻസി. ആ ഏജൻസിയിലാണ് ഇപ്പോൾ 2ാം സമ്മാനമായ 1 കോടി രൂപ അടിച്ചിരിക്കുന്നത്. ഇന്ന് ഏതാണ്ട് 1.25 കൂടി തന്നെ മുഴുവൻ ടിക്കറ്റും വിറ്റുപോയ ഒരു ഏജൻസി കൂടിയാണ് ബാബ ഏജൻസി എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായ കാര്യം. ഏതായാലും വലിയ തരത്തിൽ വിൽപ്പനയ്ക്ക് ശേഷം 2ാം സമ്മാനം ഇവിടെ ലഭിച്ചിരിക്കുന്നു. ഏത് നമ്പറിനാണ് സമ്മാനം അടിച്ചിരിക്കുന്നത്? VE 64 എവിടെയാണ് എവിടെയാണിത്? ഫറോക്കിൽ കടിച്ചു 64 95 98. ഫറൂഖ് സ്വദേശിക്കാണ്. ഫറോക്ക് സ്വദേശി. ഫറോക്കിൽ വിറ്റ ടിക്കറ്റാ. ബാബ ലോട്ടറിയിൽ നിന്ന് കൊണ്ടുപോയിട്ട് ഫറോക്കിൽ വിറ്റ ടിക്കറ്റാ. ആരാണെന്ന് അറിയാമോ വ്യക്തമായിട്ട്? സൗഭാഗ്യ ഏജൻസി. സൗഭാഗ്യ ഏജൻസി. നിങ്ങൾ എടുത്ത ടിക്കറ്റ് എടുത്ത സൗഭാഗ്യ ഏജൻസി. അതെ അതെ. ഇത് എന്നാണ് ടിക്കറ്റ് വിറ്റത്? ഏതായാലും കഴിഞ്ഞ ദിവസം വിറ്റിരിക്കുന്ന ടിക്കറ്റാണ് ഫറൂഖിൽ കൊടുത്തിരിക്കുന്ന ഒരു ഏജൻസി ഇരിക്കുന്നത്. ആ ടിക്കറ്റിലാണ് ഇപ്പോൾ 2ാം സമ്മാനമായ 1 കോടി രൂപ ലഭിച്ചിരിക്കുന്നത്. ബാബ ഏജൻസിയിലാണ് ഈ സമ്മാനം കിട്ടിയിരിക്കുന്നത്. വലിയ സന്തോഷമാണ്. കാരണം കഴിഞ്ഞ തിരുവോണം ബമ്പർ അടിച്ചിരുന്ന സ്ഥലമാണിത്. അധികം സന്തോഷമുണ്ട്, ഇരട്ടി സന്തോഷമാണ്. നിരന്തരം ഇങ്ങനെ സമ്മാനം അടിക്കുന്നുണ്ട് ഇവിടെ? ഓ ഉണ്ട്. നിങ്ങൾ നോക്കുക, 1ാം സമ്മാനം അടിച്ചിട്ട് ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് 2 ഭാഗത്തായി വെച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സന്തോഷമാണോ? സന്തോഷം തന്നെ. എന്താ പറയാനുള്ളത്? സന്തോഷം. കൂടുതൽ ടിക്കറ്റുകൾ ഉണ്ടോ? എത്ര ടിക്കറ്റുകൾ വിറ്റു ഇവിടെ? റെക്കോർഡ് സെയിലാണ്. നല്ല റെക്കോർഡ് സെയിലാണ്. 1.10 ടിക്കറ്റ് ഇല്ല, വിൽക്കാൻ ടിക്കറ്റ് ഇല്ല. 1.10 കൂടി തന്നെ ഇന്നത്തെ ടിക്കറ്റ് വിറ്റ് തീർന്നു. അതിനുശേഷം ആണ് ഇപ്പോൾ 1 കോടി രൂപയുടെ സമ്മാനം കൂടി ഇവിടെ ലഭ്യമാവുന്നത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഇവിടെ ഒരു ചെറിയ വാർത്ത പ്രേക്ഷകരോട് പറഞ്ഞിട്ട് അഭിലാഷിലേക്ക് ഇപ്പോൾ തന്നെ വരാം. അതായത് 1ാം സമ്മാനം ഏറെക്കുറെ നമ്മൾ ഉറപ്പിക്കുകയാണ് കേട്ടോ. കഴിഞ്ഞ തവണ അതായത് ഓണം ബമ്പർ എറണാകുളത്തിനായിരുന്നെങ്കിൽ, ക്രിസ്മസ് ബമ്പർ പാലക്കാടിനായിരുന്നെങ്കിൽ, ഇത്തവണ ഇതാ പതിവില്ലാതെ അങ്ങനെ കൊല്ലം ജില്ലയിലേക്ക് പോവുകയാണ് വിഷു ബമ്പറിന് 1ാം സമ്മാനം. നമ്മൾ ഈ അടുത്ത കാലത്ത് ഏതെങ്കിലും ഒരു ഭാഗ്യ ബമ്പർ കൊല്ലം ജില്ലയ്ക്ക് കിട്ടിയതായി കേട്ടിട്ടില്ല. കരുനാഗപ്പള്ളിയിലാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. നമ്മൾ അല്പസമയത്തിനകം, പ്രേക്ഷകർ തുടരുക, അല്പസമയത്തിനകം ഇത് ആർക്കാണ് ഈ ടിക്കറ്റ് വിറ്റത്, ഈ ഭാഗ്യശാലി എവിടെയുണ്ട്, ഭാഗ്യശാലിക്ക് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്, ഏത് ഏജന്റാണ്, എല്ലാ വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. അപ്പോൾ കരുനാഗപ്പള്ളിക്കാരായിട്ടുള്ള ഈ ഒരു വിഷു ബമ്പർ ടിക്കറ്റ് എടുത്തിട്ടുള്ള ആളുകൾ എല്ലാവരും തങ്ങളുടെ കയ്യിലുള്ള ടിക്കറ്റൊക്കെ എടുത്ത നമ്പറൊക്കെ നോക്കി ഉറപ്പിച്ചോളൂ. 1ാം സമ്മാനം ഒരുപക്ഷേ ഒരൊറ്റ ദിവസം കൊണ്ട് നിങ്ങൾ കോടീശ്വരനായിരിക്കാം. 12 കോടിയുടെ കോടി നിങ്ങളെ ആയിരിക്കാം ആ ഒരു വലിയ സമ്മാനം തേടി എത്തിയിട്ടുണ്ടാവുക. നമുക്കൊരു കാര്യം ചെയ്യാം, ചെറിയൊരു ഇടവേള എടുക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ഈ വിഷു ബമ്പറുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. എല്ലാവരും കാത്തിരിക്കാൻ. ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.